എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി NDA മുന്നണിയുടെ ഭാഗമായ AIADMK, NCP, DRP, RLD ഒരു ലീഡർഷിപ്പും അവരുടെ പ്രവർത്തകരെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതിനൊപ്പം ഇന്ന് BJPയിൽ ചേർന്ന എല്ലാ പ്രവർത്തകരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഈ വരാൻ പോകുന്ന 20 ദിവസം ഒരുമിച്ച് പ്രവർത്തിച്ച് NDAൻ്റെയും BJPൻ്റെയും ഒരു ലക്ഷ്യം, വികസിത കേരളം എന്ന ലക്ഷ്യം, അതിനുവേണ്ടി ഒരുമിച്ച് ഒറ്റക്കെട്ടായി പ്രവർത്തിച്ച് അത് നടപ്പിലാക്കണം എന്ന് ആണ് ഞങ്ങളുടെ എല്ലാവരുടെയും ലക്ഷ്യം എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ 2-3 ദിവസമായിട്ട് പറഞ്ഞ ഒരു കാര്യം ഇന്നും ഞാൻ പറയുന്നു. BJPയും NDAയും ഈ ഇലക്ഷൻ ഇറങ്ങി പറയുന്ന ഒരു മുദ്രാവാക്യം, മാറാത്തത് മാറും, ഇനി കേരളം വളരും. ഒരു വികസിത കേരളമാണ് ജനങ്ങളുടെ ആവശ്യം. 70 കൊല്ലം ജനങ്ങൾ തലയിൽ കെട്ടിവെച്ച കോൺഗ്രസിൻ്റെയും CPMൻ്റെയും ഒരു രാഷ്ട്രീയം, വിവാദ രാഷ്ട്രീയം, വികസനമില്ലാത്ത രാഷ്ട്രീയം, തൊഴിലില്ലാത്ത രാഷ്ട്രീയം, പീഡന രാഷ്ട്രീയം, ജമാഅത്തെ ഇസ്ലാമിയുടെ ഒപ്പം ഒരുമിച്ച് ചെയ്യുന്ന ഒരു രാഷ്ട്രീയം, നാടിനെ നശിപ്പിക്കുന്ന രാഷ്ട്രീയം, കടത്തിന്റെ രാഷ്ട്രീയം, ഇതെല്ലാത്തിനും മാറ്റാനൊരു സമയമായി ഈ ഇലക്ഷൻ ഞങ്ങൾ കാണുന്നു. ഒരു നിർണായകമായ ഇലക്ഷനാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇലക്ഷനായിട്ടാണ് NDAൻ്റെ എല്ലാ പ്രവർത്തകരും ലീഡർഷിപ്പും കാണുന്നത്. ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്. എന്നോട് മാധ്യമ സുഹൃത്ത് ചോദിച്ചപ്പോൾ ഞാനൊരു അന്ന് കൊടുത്തതായിരുന്നു. ഞങ്ങൾ ഈ പാർട്ടി ഈ വികസിത കേരളം എന്ന കാഴ്ചപ്പാട് കേരളത്തിന് നന്നാക്കാനും നാട്ടുകാരുടെ ജീവിതത്തിൽ വ്യത്യാസം കൊണ്ടുവരാൻ താല്പര്യമില്ല ആരാണെങ്കിലും, ഏത് പാർട്ടിയിൽ നിന്നാണെങ്കിലും ഞങ്ങൾ അവരെ സ്വീകരിക്കും, സ്വാഗതം ചെയ്യാൻ തയ്യാറാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. ഇന്നും ഞാൻ പറയുന്നു. കേരളത്തിൽ ഇപ്പോ ഒരു വലിയ മാറ്റം, രാഷ്ട്രീയ മാറ്റമാണ് നടക്കുന്നത്. ഒരു വശത്ത് CPMും കോൺഗ്രസ് അവരൊരു ഐഡിയോളജിക്കൽ മാത്രമല്ല, അവരൊരു ഓർഗനൈസേഷൻ കൊളാപ്സ് നമ്മൾ കാണുന്നു. മറുവശത്ത് BJP NDA ഒരു വളരുന്ന ഒരു മുന്നണിയായിട്ട് ജനങ്ങൾ കാണുന്നു. ഒരു ക്ലിയർ കാഴ്ചപ്പാട്, വികസനത്തിന്റെ ഒരു കാഴ്ചപ്പാടും വികസനത്തിന്റെ രാഷ്ട്രീയത്തിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ തയ്യാർ ആയ ഒരു മുന്നണിയായിട്ട് ജനങ്ങൾ കാണുന്നു. നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ. കഴിഞ്ഞ ഒരു 2 മാസം കോൺഗ്രസും CPM എന്ത് പറയുന്നു, BJP NDA എന്ത് പറയുന്നു. ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്നത് വികസനം, ആ വികസനത്തിനെ കുറിച്ച് ഞങ്ങളുടെ കാഴ്ചപ്പാട്, ആ വികസനത്തിന് വേണ്ടി അധ്വാനിക്കുന്ന രാഷ്ട്രീയക്കാരും പ്രവർത്തകരും, ഇതാണ് ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നത്. ഞങ്ങളുടെ ഒരു ഓഫറായിട്ട് ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. മറുവശത്ത് വിവാദങ്ങൾ, പേഴ്സണൽ അറ്റാക്ക്, 10 കൊല്ലം ഭരിച്ച CPMന് ഒന്നും പറയാനില്ല. അതിനു മുമ്പ് എത്ര കൊല്ലമായി ഭരിച്ച കോൺഗ്രസും UDFനൊന്നും പറയാനില്ല. അവർക്ക് ഈ പേഴ്സണൽ അറ്റാക്ക് മാത്രം ചെയ്യാൻ ആണ് അവർക്ക് താല്പര്യം. ജനങ്ങൾ ശ്രദ്ധ തിരിക്കാൻ അവർ ശ്രമിക്കുന്നു. ഞാൻ 3 ദിവസം മുമ്പ് ഇവിടെ പറഞ്ഞതാണ്, ഞങ്ങളൊരു പോസിറ്റീവ് ക്യാമ്പയിനായിട്ട് ഈ അടുത്ത 20 ദിവസം ജനങ്ങളെ വോട്ട് നേടാനും ജനങ്ങളെ വിശ്വാസം നേടാനും ഞങ്ങളൊരു നല്ല ശ്രമം നടത്തും. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, നരേന്ദ്രമോദിജി ഇന്ത്യയിൽ കൊണ്ടുവന്ന 11 കൊല്ലം കൊണ്ടുവന്ന വികസനം ഇവിടെ ഞങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. അഴിമതി രഹിത ഭരണം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. തൊഴിൽ, വികസനം, നിക്ഷേപം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമി പോലെ അപകടമായ ഓർഗനൈസേഷനെ ഞങ്ങൾ
സപ്പോർട്ട് മാത്രമല്ല, അവർ നന്നായി എതിർക്കും എന്ന് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. വിശ്വാസികളുടെ സംരക്ഷണം BJP ഇന്ത്യക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഞങ്ങൾ മുമ്പോട്ട് വരും. ഇതാണ് ഞങ്ങൾ പറയുന്നത്. ഇതുവരെ കോൺഗ്രസ് എന്തു പറയുന്നു, അവരുടെ ഒരു വ്യാജ ഗ്യാരണ്ടി, അത് ആ ഗ്യാരണ്ടി തെലങ്കാനയിലും കോൺഗ്രസിലും കർണാടകയിലും ഹിമാചൽ പ്രദേശിലെല്ലാം പൊളിഞ്ഞു കിടക്കുന്ന ഗ്യാരണ്ടീസ്, ഇത് മാത്രമേ അവർ മുമ്പോട്ട് വെക്കുന്നു. അഴിമതിനെ കുറിച്ചൊന്നും പറയുന്നില്ല. അവർ ഇവിടെ നാടിനെ ഭരിച്ചപ്പോൾ എന്ത് ചെയ്തു അതിനെ കുറിച്ച് പറയാനൊന്നുമില്ല. 10 കൊല്ലം UPA സർക്കാരിൽ 8 മന്ത്രിമാര് കേരളത്തിന് UDF ഉണ്ടായിരുന്നു. അവരെന്ത് ചെയ്തു അതിന് പറയാൻ താല്പര്യമില്ല, ഒന്നുമില്ല പറയാൻ. ഞങ്ങൾ വെക്കുന്നത് ഒരു പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ്. 10 കൊല്ലം 11 കൊല്ലം നരേന്ദ്രമോദിജിക്ക് ജനങ്ങൾ അവസരം കൊടുത്തപ്പോൾ എന്ത് അദ്ദേഹം ചെയ്തു? UP-യിൽ മറ്റെത്രയോ സംസ്ഥാനത്തിൽ BJP ഇന്ത്യ ഭരിക്കുന്ന സംസ്ഥാനത്തിൽ എന്ത് നടക്കുന്നു, എത്ര മുന്നോട്ട് പോകുന്നു, അത് ഞങ്ങൾ വെക്കുന്നു മുമ്പിൽ വെക്കുന്നു. പക്ഷെ കോൺഗ്രസ് കർണാടകയിലും ഹിമാചൽ പ്രദേശിലും തെലങ്കാനയിലും നടക്കുന്ന അഴിമതിയും വികസനമില്ലായ്മയും അതിനെക്കുറിച്ച് ഒരു വാക്ക് പറയാൻ അവർക്ക് താല്പര്യമില്ല. പക്ഷെ അത് ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ വയ്ക്കും. അപ്പോൾ ഈ ഇലക്ഷൻ ഇതുവരെ നടന്ന വിവാദ രാഷ്ട്രീയത്തിന്റെ ഒരു ഇലക്ഷൻ ആവരുത്. മാധ്യമ സുഹൃത്തും ഞാൻ വോട്ടർമാരോട് ഞങ്ങളുടെ ഒരു അഭ്യർത്ഥന, ഇത് വിവാദ രാഷ്ട്രീയത്തിന്റെ സമയമല്ല. ഇനി നമ്മൾ ചർച്ച ചെയ്യേണ്ടത് വികസനം, നമ്മളെ ഭാവി, നാടിന്റെ ഭാവി, നമ്മുടെ കുട്ടികളുടെ ഭാവി, അത് ചെയ്യാനാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. ഇത് കണ്ട് മനസ്സിലാക്കിയിട്ടാണ് കഴിഞ്ഞൊരു 2 മാസം നമ്മൾ നോക്കിയാൽ, ഞാനൊരു ലിസ്റ്റ് പറയാണ്, നിങ്ങളുടെ ഓർമ്മയ്ക്ക് പറയണം, എത്രയോ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് ലീഡേഴ്സ് BJP ഇന്ത്യയുടെ ഭാഗം ആയിട്ടുണ്ട്. അവരുടെ പേര് ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നു, ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്, ഓർമ്മിപ്പിക്കാൻ. ശ്രീ റെജി ലൂക്കോസ് CPM ആയിന്ന് BJP-യിൽ വരുന്നു. ശ്രീ S രാജേന്ദ്രൻ, മുൻ MLA, 3 ടൈം MLA, BJP-യിൽ ചേർന്നു. ശ്രീമതി R രശ്മി, കോൺഗ്രസിന്റെ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി ആയിരുന്നു, BJP-യിൽ ചേർന്നു. വത്സല പ്രസന്നകുമാർ, മുൻ KPCC ജനറൽ സെക്രട്ടറി ആയിരുന്നു, നോർത്ത് പറവൂർ മുനിസിപ്പാലിറ്റിയുടെ ചെയർപേഴ്സൺ ആയിരുന്നു, BJP-യിൽ ചേർന്നു. K അജിത്, 2 ടൈം MLA, വൈക്കം, അച്ഛനും MLA ആയിരുന്നു, BJP-യിൽ ചേർന്നു. തൊടിയൂർ രാമചന്ദ്രൻജി, കോൺഗ്രസിന്റെ KPCC സെക്രട്ടറി ആയിരുന്നു, കരുനാഗപ്പള്ളി ചെയർമാൻ, കരുനാഗപ്പള്ളി UDF ചെയർമാൻ ആയിരുന്നു, അദ്ദേഹം BJP-യിൽ ചേർന്നു. ശ്രീ CC മുകുന്ദൻ, CPI സിറ്റിംഗ് MLA, നാട്ടിക, BJP-യിൽ ചേർന്നു. മിന്നാന്ന് ശ്രീ MJ ജോബ്, KPCC ജനറൽ സെക്രട്ടറി, KSUവിന്റെ ഒരു പ്രധാനപ്പെട്ട ലീഡറായിരുന്നു, യൂത്ത് കോൺഗ്രസിന്റെ, അദ്ദേഹം BJP-യിൽ ഒന്ന് ചേർന്നു. പ്രൊഫസർ ദേവപ്രസാദ് ജോൺസൺ, NCP നാഷണൽ കമ്മിറ്റി മെമ്പർ, BJP-യിൽ ചേർന്നു. പിന്നെ നമ്മൾ ഇപ്പോൾ കണ്ടല്ലോ, AIADMK, NCP, BRP, RLD എന്നിവ പാർട്ടീസ് NDA-യിൽ ചേർന്നു. അപ്പോൾ ഈ ഒരു വികസിത കേരളം വളരും എന്ന ഒരു ഉറപ്പും ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാടും ഞങ്ങളുടെ ഒരു മുദ്രാവാക്യം, അതിൻ്റെ ഭാഗമായി രാഷ്ട്രീയക്കാർ മാത്രമല്ല, കേരളത്തിലെ എല്ലാ സ്ഥലത്തു നിന്നും ജനങ്ങൾ ഞങ്ങളൊപ്പം ഉണ്ട് എന്ന് ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട്. ഈ ഇലക്ഷൻ ക്യാമ്പയിൻ ഞങ്ങൾ ഇത് മുമ്പോട്ട് വെച്ച് ഇനി അടുത്ത 20 ദിവസം ക്യാമ്പയിൻ ചെയ്യും. ഇന്ന് വന്ന എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം.